ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സ് എന്നതിനെ പറ്റിയുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും ആയിട്ടല്ല ഇന്നത്തെ ഒരു വീഡിയോ. അത് നമ്മൾ വേറെ ഒന്നല്ല, നമ്മൾ ജസ്റ്റ് ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരുന്നത്. അപ്പോൾ തമ്മിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അത് നമ്മുടെ സബ്സ്ക്രൈബറുടെ കൂടെ നമ്മളിന്ന് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ നേരെ ക്ലോക്ക് ടവറിലാണ് ഗൈസ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ഇറങ്ങിയ സമയത്താണ് എനിമീസും കാര്യങ്ങളൊന്നുമില്ല. പണ്ടത്തെ പോലെ നല്ല ഗൈസ്, ഇവിടെ എനിമീസ് ഒന്നും ഇറങ്ങാറില്ല. അതുപോലെ തന്നെ നിങ്ങളൊക്കെ എവിടേക്കാണ് ഇറങ്ങാറെന്ന് വെച്ചാൽ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിവൈസസ് കോഡാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 43 പേരറ്റ് ഇനി അലൈവ് ഉണ്ട് ഗൈസ്. ഇവന്മാരൊക്കെ എവിടെ പോയിട്ടാണ് ചാവുന്നത് അറിയത്തില്ല. അപ്പോൾ ഇനിയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല ഗൈസ്. ഇവിടെ ലൂട്ടും കാര്യം ചെയ്ത് നമ്മൾ നേരെ നമ്മൾ ഈ ഫാക്ടറി ഒരു ഭാഗത്തോട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ ടീമേറ്റ് പറയുന്നുണ്ടായിരുന്നു ഇവിടെ എനിമി ഉണ്ട്, അതായത് നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നുണ്ട് ഇവിടെ എനിമി ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങോട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ പാർട്ണറെ നല്ല രീതിക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അവന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പാർട്ണർ ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ എടുത്ത് അപ്പോഴേക്കും നമ്മുടെ പാർട്ണറെ അവൻ നൈസായി നോക്കി. നമ്മളാണ് ചാടിച്ചെന്ന് അടിക്കാൻ നോക്കി. പിന്നെ എങ്ങനെ പാടെ കുത്തിപ്പിടിച്ച് പെട്ടെന്ന് തന്നെ നോക്കിയത്. പിന്നെ അവന് പിന്നെ പട്ടി ചറക്കാന്ന് വിചാരിച്ച് വേണ്ട കേസ്. പിന്നെ അവൻ്റെ കിറ്റ് പെട്ടെന്ന് തന്നെ ഫിനിഷ് നമ്മൾ നേരെ ഇവിടുന്ന് ഏകദേശം ലൂട്ടും കാര്യമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നമ്മളാണെങ്കിൽ കുറേ നേരം കഴിഞ്ഞാൽ നമ്മളെ പാർട്ണറെ നൈസ് തന്നെ പൊക്കിയിട്ടുണ്ട് കേസ്. നമ്മളാണ് ഈ ഒരു ഭാഗത്തോട്ട് വന്ന സമയത്താണ് ഇവിടെ എനിമി കേസ്. അവനാണ് നമ്മളെ സ്പോട്ട് ചെയ്ത് നമ്മൾ കയറി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗ്ലൂ ആയിട്ട് കവർ എടുത്തല്ലേ നമ്മൾ ചാവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നോക്കണ കേസ് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ ആയിട്ട് അടി വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി ഗ്ലൂ ആയിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബെറ്റർ അല്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബാക്കിൽ എനിമിയുണ്ട്, സൈഡിൽ എനിമിയുണ്ട്. ചിലപ്പോൾ നമ്മൾ ചാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നോക്കണമെങ്കിൽ അവനും താഴത്തോട്ട് ഇറങ്ങിയിട്ട് തോന്നുന്നു. കാരണം സൗണ്ടും കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ കേസ് അവിടെ ഒരു കട്ടുണ്ടല്ലോ അതിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നത്. നമ്മൾ നൈസായിട്ട് ലോഞ്ച് പേഡ് ആ സംഭവം നൈസായിട്ട് വിട്ടിട്ടുണ്ട്. എൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നൈസായിട്ട് ഒരു 63 ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവനാണെങ്കിൽ ഓടി കേസിലാവും കേസ്. അപ്പോൾ നോക്കണമെങ്കിൽ മേലെ എനിമിയുണ്ട്, നമ്മളെ പാർട്ണറാണെങ്കിൽ മേലെ ഉണ്ട്. അപ്പോൾ നോക്കണേ നമ്മൾ എങ്ങനെയപ്പോൾ അവൻ്റെ അടുത്തോട്ടൊരു ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഇട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ദിമിത്രിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതിനെ ഓടുന്ന പോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൻ നൈസായിട്ട് ഓടി കേസിലുണ്ട്. അപ്പോൾ നോക്കണമെങ്കിൽ അവനാണ് ഈ വണ്ടിയുടെ ഈ ഭാഗത്തു കൂടെ ആയിട്ട് ഓടുന്നു കേസ്. നൈസായിട്ട് അവൻ നരതിക്കാൻ ഒരു ഡാമേജ് കൊടുക്കാൻ നോക്കിയപ്പോൾ വേറെ കണ്ണാണ് കേസ്. പിന്നെ എങ്ങനെ പാടാൻ ഫോറേജ് നൈസായിട്ട് അവനെ കുത്തിപ്പിടിച്ച് നോക്കിയത്. പിന്നെ അവൻ്റെ പാർട്ണറെ വരട്ടിച്ച് കുറച്ച് നേരം നമ്മളോട് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പാർട്ണർ ഓടി കഴിച്ചിട്ടായി തോന്നുന്നു. നമ്മളാണെങ്കിൽ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ അവനെ കുത്തിപ്പിടിച്ച് നൈസായിട്ട് അവൻ്റെ കില്ലാണ് ഫിനിഷ് ചെയ്ത്. നമ്മളാണെങ്കിൽ അവൻ്റെ പാർട്ണറെ വരട്ടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കേസ്. അവനെ ഏതായാലും കാണുന്നില്ല. അവൻ നൈസായിട്ട് തന്നെ അവിടെയാണെങ്കിൽ നൈസായിട്ട് ജീപ്പ് കിടക്കുന്നുണ്ട്. നൈസായിട്ട് ഞാനും എൻ്റെ സബ്സ്ക്രൈബർ നേരെ വണ്ടി എടുത്ത് വിട്ടിട്ട് കേസ്. നമ്മളാണെങ്കിൽ ഭീമ സ്ട്രിപ്പിൻ്റെ ഒരു ഭാഗത്തോട്ട് വന്ന സമയത്ത് ഇവിടെ ഫുൾ അടിയാണ് കേസ്. മാപ്പിൽ നോക്കിയ സമയത്ത് ആ സൈഡിലേക്ക് നല്ല രീതിക്ക് ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ എനിമീനൊന്നും ആദ്യം കണ്ടില്ല. പിന്നെ നോക്കണമെങ്കിൽ ഒരുത്തന്നെ അവിടെ നൈസായിട്ട് സ്പോട്ട് നല്ല രീതിക്ക് നമ്മൾ ഡാമേജ് കൊടുത്തു. അവൻ പെട്ടെന്ന് തന്നെ ഗ്ലൂ വാളും കാര്യങ്ങളായിട്ട് കവർ എടുത്ത് കഴിച്ചു. അവൻ എന്തോ ഭാഗ്യം കൊണ്ട് കഴിച്ച് നമ്മളടുത്ത് നിന്ന് കഴിച്ചാൽ നമ്മളാണെങ്കിൽ വെസ്റ്റ് റിപ്പയറും കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കണമെങ്കിൽ കഴിച്ച് അവനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കുറേ നേരം നിന്ന് കറങ്ങുന്നുണ്ട്. അവനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നില്ല. കുറേ നേരം അവനെ സ്കോപ്പ് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അവനെ കണ്ട് കഴിച്ച് കുറച്ചൊക്കെ ഡാമേജ് കൊടുത്ത് അവൻ വീണ്ടും ഗ്ലൂ വാളിട്ട് കവർ എടുത്ത് കഴിച്ച്. എന്തൊരു അവസ്ഥയിൽ നോക്ക്. അവനേതായാലും ഈ സോണിക്കും കയറണം. നമ്മളാണെങ്കിൽ സോണിലുണ്ട്. എന്തായാലും നമ്മൾ അവനെ വെറുതെ വിടില്ല കഴിച്ച്. നമ്മളാണെങ്കിൽ 4 പുറം നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു ടീമേറ്റ് ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഭീമ സ്ട്രിപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. സൈലൻസർ വെച്ച് എനിമീസോട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ നേരെ ആ ഒരു ഭാഗത്തോട്ട് ചെന്ന സമയത്താണെങ്കിൽ സൗണ്ട് നല്ല രീതിക്ക് ഫൈറ്റ് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ സ്കോപ്പ് ചെയ്ത് കുറച്ച് നേരം അടിച്ചു. അവനാണെങ്കിൽ വണ്ടിയിൽ പാറി പോകുന്നു ഗൈസ്. ബൈക്കോട്ട് പാറി പോകുന്നുണ്ട്. വേറെ ഒരുത്തരാണെങ്കിൽ നല്ല രീതിക്ക് ഫൈറ്റ് നടക്കുന്നത്. സ്കോഡത്ത് ഒരുത്തരം നൈസായിട്ട് നോക്കിയത് വേറെ ഒരുത്തൻ്റെ ആ കില്ല് പെട്ടെന്ന് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തത്. വേറെ ഒരുത്തൻ്റെ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. അവൻ ഗ്ലൂ ആയിട്ട് കവർ എടുത്തു. അപ്പോൾ ഞാൻ പാടുന്ന നൈസായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ റിവൈവ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും അവന് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഗ്ലൂ ആയിട്ട് കവർ എടുത്ത് എന്തോ ഭയം കൊണ്ട് അവൻ കഴിച്ചിലായി. അപ്പോൾ നോക്കണമെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ചവനാണെങ്കിൽ ഇവിടെ നിന്ന് കവർ എടുത്ത് അവൻ ഹീലെന്തോ ചെയ്യാൻ തോന്നുന്നു. അവനെ നൈസായിട്ട് നോക്കി ചെയ്തിട്ടുണ്ട്. 6 കില്ല് നൈസായിട്ട് ഫിനിഷ്. ടോട്ടൽ നോക്കണമെങ്കിൽ 16 പേര് അലൈവ്. അതുപോലെ തന്നെ നമുക്ക് 5 കില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ പാർട്ണർ പറയുന്നുണ്ട് ബാക്കിൽ എനിമി ഉണ്ടായിരുന്നു. അതായത് ഭീമ സ്ട്രിപ്പിൻ്റെ ഭാഗത്തായിട്ട് എനിമി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ നൈസായിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള എനിമിയെ തീർക്കാന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാരാണെങ്കിൽ സോണിൽ നിന്ന് കയറണം തോന്നുന്നു. നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. അവൻ ആ മരത്തിൻ്റെ കവറിലോട്ട് പോയി. ആ മരച്ചിലായതുകൊണ്ട് അവനെ കാണുന്നില്ല കൈസ്. പിന്നെ എങ്ങനെയൊക്കെ പോടാൻ അടിച്ച് നോക്കിയത് 6 കില്ലും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തല്ലേ. ചിലപ്പോൾ കുമ്മനം പോകാൻ ചാൻസ് കൂടുതലാണ്. ആരെയും കുമ്മാൻ ചാൻസ് കൂടുതൽ. വേറൊരുത്തനാണെങ്കിൽ ഓടിക്കയറുന്ന കേട്ട് സോണിലൂടെ. അവനൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കുക. നമ്മളുണ്ടോ വിടുന്നു. അപ്പോഴേക്കും നമ്മൾ താഴത്തോട്ട് ഇറങ്ങി അടിക്കാമെന്ന് വിചാരിച്ചത്. മേലെന്നായിട്ട് അടി വരുന്നുണ്ട്. നമ്മൾ താഴത്തും അവർ മേലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നേരെ കയറാമെന്ന് വെച്ചാൽ കൈസ് നേരെ കയറാനും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മൊത്തം എനിമിയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ വളഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തോട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. പീക്കിൻ്റെ ഭാഗത്തോട്ട് നൈസായിട്ട് നമ്മൾ കയറുന്നത്. അപ്പോൾ നമ്മൾ പീക്കിൻ്റെ ഒരു ഭാഗത്തോട്ട് സമയത്താണെങ്കിൽ ഇവിടെയാണെങ്കിൽ മൊത്തം ഫൈറ്റാണ് കൈസ്. നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. മാപ്പിലാണെങ്കിൽ എനിമീസിനെയും കാണിക്കുന്നുണ്ട്. ഇവന്മാരെ തീർക്കും വേണം. നമ്മളാണെങ്കിൽ ഒരുത്ത് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്ത് നൈസായിട്ട് അവനെ നോക്കി. അവിടെ നല്ല രീതിക്ക് ഫൈറ്റ് നടക്കുക തോന്നുന്നു. അവനാണെങ്കിൽ നമ്മളെ കില്ല് ഓസിയെടുത്ത് കൈസ്. അതിൻ്റെ ഇറയിലാണെങ്കിൽ നമ്മൾ ഗ്ലൂ വാളിൻ്റെ മേലോട്ടൊക്കെ അടിക്കുന്നുണ്ട് കൈസ്. എന്തിനാണാവോ എനിക്ക് പോലും അറിയത്തില്ല. നമ്മളാണെങ്കിൽ അവിടെ നിൽക്കുന്ന അത്ര ബെറ്റർ അല്ല. നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തോട്ട് വന്ന സമയത്താണ് അവിടെ നിന്ന് നല്ല രീതിക്ക് അടി വരുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ടിൽ ഗ്ലൂ വാളിട്ട് കവർ എടുത്ത് കൈസ് നമ്മൾ അടിക്കുന്നുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ അവന്മാരെ അടുത്തോട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈസ്. ആ നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മളാണ് ഇവിടെ ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. നൈസ് തന്നെ ലൂട്ട് ബോക്സ് ലൂട്ടും കാര്യം ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തോട്ട് സമയത്താണ് ഇവിടെ എനിമി ഉണ്ടായിരുന്നു. അവന്മാരെ അടുത്തോട്ടാണെങ്കിൽ ആ ലോഞ്ച് ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, ബോംബ് വീഴുന്ന ഗണ്ണ്, ആ ഗണ്ണ് വെച്ച് നൈസ് തന്നെ അവന്മാരെ അടുത്തോട്ട് വിട്ട് ആ ഒരു ബോംബും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ട സമയത്താണെങ്കിൽ ഡാമേജും കൊണ്ടില്ല. അപ്പോഴേക്കും അവനാണെങ്കിൽ ഇതിനെ ഓടുന്നത്. നല്ല രീതിക്ക് നമ്മൾ ഡാമേജ് കൊടുക്കാൻ നോക്കിയപ്പോൾ നമ്മളെ പാർട്ണർ നൈസ് തന്നെ ആര് ഗില്ലെടുത്തതിന് കൈസ് അവനൊരു ഗില്ലറ്റ് എടുത്തിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ പറയാം നമ്മൾ അവന്മാരെ അടുത്തോട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കണം. ആ നേരം കൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മളാണെങ്കിൽ ആര് ഗില്ലും പാടെ നമ്മുടെ സബ്സ്ക്രൈബർ നൈസായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈസ്. നമ്മളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊരു ഗ്ലൂ ആയിട്ട് പിന്നെ അവന്മാരെ തീർക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ചാടി ചെന്നു കൈസ് അവന്മാരെ റിവ്യൂ ചെയ്യാൻ തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ആര് കില്ല് നൈസ് തന്നെ ഫിനിഷ് ചെയ്ത് നൈസ് തന്നെ നമ്മൾ പോയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിവിടെ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടീസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാം.